അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണോ ഔലിയാക്കളോട് പ്രാർത്ഥിക്കണോ? ഏറ്റവും നല്ലതും എളുപ്പവും ഏത്? ഉത്തരം ഔലിയാക്കളോട് തന്നെ. അത് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് പോലെ സമസ്ത പണ്ഡിതന്മാരുടെ തലതിരിഞ്ഞ ഫത്വയിലേക്ക്. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുക വഴി നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എന്നാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹത്തിന്റെ ചോദ്യോത്തര വേളയിൽ ഇസ്തിഗാസയെ കുറിച്ച് അതിന്റെ ശർഈയായ ഹുക്ം വിശദീകരിക്കവേ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഭാഗം നിങ്ങൾ കേൾക്കുക. ചോദ്യം: ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്ം എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുൽ വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ് അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്നത്? ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അപ്പൊ ഇസ്തിഗാസന്റെ നിർവചന പെങ്ങളാ കേട്ടത്. തബറുക്ക് സുന്നത്താണ്, തവസ്സുൽ സുന്നത്താണ്. ഇസ്തിഗാസയോ അതൊരു ഹലാലാണ്. ഉള്ളൂറിനെ ഓതി ഇപ്പൊ അവസാനം ഉള്ളൂറിനെ ഓതി വരെ സമർത്ഥിച്ചു വെച്ച ഇസ്തിഗാസ ഉണ്ടല്ലോ, അതൊരു ഹലാലാണ്. അപ്പൊ ചോദ്യകർത്താവ് വീണു, ഹലാല് പറഞ്ഞ ഉസ്താദെ പ്രത്യേകിച്ചൊരു കൂലി അതുകൊണ്ടില്ലല്ലോ, എടുത്താലും എടുത്തില്ലെങ്കിലും ഒരേ ഹുക്കുമല്ല അതിനുള്ളത് ഹലാൽ. ആ കൂലി കിട്ടൂലാന്ന്, കൂലി കിട്ടൂല. അപ്പൊ ശിഷ്യൻ വീണ്ടും ചോദിക്കാം, അപ്പൊ നമ്മൾ ഈ ചെയ്യണ പണി ഇത്രമാത്രം നമ്മൾ സമർത്ഥിച്ച് ഇസ്തിഗാസ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇസ്തിഗാസ ഒരു നേട്ടമില്ലേ? അപ്പോഴാണ് ഉസ്താദ് ഉരുണ്ടുമറിയുന്നത്. എന്താ ഉരുണ്ടുമറിച്ചല്? ഹലാലായ കാര്യം തന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോ കൂടുതൽ നേട്ടം കിട്ടും. ഏതുപോലെ? ഒരു ലോക്കൽ KSRTC യാത്ര പോകൽ എന്താ ഇസ്ലാമിന്റെ വിധി? ഹലാൽ. ആ യാത്ര ഒരു ബെൻസ് കാറിലാക്കിയാലോ അതും ഹലാൽ. പക്ഷെ നോക്കൂ നിങ്ങൾ, KSRTC യാത്ര ചെയ്ത് എപ്പോഴാ എത്തുക എന്ന് പറയാൻ പറ്റൂല അല്ലേ? എന്നാ ബെൻസ് കാറിൽ പോയാലോ പെട്ടെന്ന് എത്തും. അതാണ് ഇസ്തിഗാസന്റെ ആ ഹുക്കുമിന്റെ വിധി അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അള്ളാഹിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുക, അവനോട് മാത്രം പ്രാർത്ഥിക്കാന്നുള്ള അതൊക്കെ ഒരു ലോക്കൽ KSRTC. അതിലൊന്നും കയറാൻ ആളെ കിട്ടൂല. അല്ലാത്തോട് പ്രാർത്ഥിക്കുന്ന ഇസ്തിഗാസയോ അത് ബെൻസുകാർ. ഇപ്പൊ ആ ബെൻസുകാരിലാണ് മുസ്ലിംമാരൊക്കെ ഉള്ളത്. ആ ബെൻസുകാരായിട്ട് നടക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഞങ്ങളെ കറുത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് വ യാ റഹ്മത
റഹ്മത്തൽ ആലമീൻ. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയെ. അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാഹ്. വെറുതെ ആക്കല്ല നബിയെ. അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയെ. അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള അത്തരം രൂപത്തിലുള്ള ഒരു ജീവിതമോ ഒരു വീടോ കുടുംബമോ നീ കൊടുക്കല്ലേ റബ്ബേ. സന്തോഷമുള്ള ജീവിതവും കുടുംബവും മക്കളെ നീ കൊടുക്കണേ. യാ സയ്യിദനാ യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്. മരിക്കുന്നതിന് മുമ്പായി അവിടുത്തെ കാണിക്കണേ നബിയേ. അവിടുന്ന് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിക്കണേ യാ റസൂലല്ലാഹ്. അവിടുത്തെ പൂമുഖം കാണിക്കണേ നബിയേ. അവിടുത്തെ താമര പൂവിന്റെ ലംഘനുള്ള മുഖം കാണാൻ ആഗ്രഹിച്ചവരാണ്, അത് കൊതിച്ചവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് യാ റസൂലല്ലാഹ്. അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങൾ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ. ഇവിടെ സഹായിച്ച എല്ലാ മുഅ്മിനാത്തുകൾക്കും അതിന്റെ തൗഫീഖ് കൊടുക്കണേ റസൂലല്ലാഹ്. ഞങ്ങളെ വാക്കിലേരകളെ പ്രവൃത്തിയിലേരകളെ സദസ്സിലോ മജ്ലിസിലോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് മാപ്പാക്കണേ നബിയേ. ഞങ്ങൾക്ക് കൊടുക്കണേ യാ റസൂലല്ലാഹ്. നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഇത് വലിയ മുതൽക്കൂട്ടായി അവിടുത്തെ ചാരത്ത് വന്നടയാനുള്ള മഹാഭാഗ്യമായി അതിനൊതുങ്ങുന്ന സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്നും ഇതൊക്കെ സ്വീകരിക്കണേ നബിയേ. അവിടുന്ന് ആട്ടി ഓടിക്കുന്ന വിഭാഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ റസൂലല്ലാഹ്. അവിടുന്ന് ആരധിക്കരിച്ചാൽ ആരവിടുന്ന് വേണ്ടാത്തരം പറഞ്ഞാൽ അതൊന്നും ഞങ്ങളെ ചെവി കൊണ്ട് കേൾപ്പിക്കല്ലേ നബിയേ. അവിടുത്തോട് അതിരറ്റ മഹബ്ബത്ത് വെക്കാൻ അവിടുത്തെ അവിടുത്തെ ചെരുപ്പെടുത്ത് തീരിന്റെ ഖിദ്മത്ത് ചെയ്തവരാണെങ്കിൽ അവിടുത്തേക്ക് അതുപോലെ ചെയ്യാൻ ഞങ്ങൾ യോഗ്യരല്ല നബിയേ. സാധുക്കളായ ഞങ്ങളിൽ പങ്കെടുക്കുന്ന മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കണേ നബിയേ. അവിടുത്തെ നോട്ടമുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് നൽകണേ നബിയേ. അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു മജ്ലിസും ഞങ്ങൾക്ക് നൽകല്ലേ നബിയേ. അവിടുന്ന് നേരിട്ട് വന്ന് ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നൽകണേ യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. പരമമായ വണക്കുമിനെ അയക്കണ. ഇത് പ്രാർത്ഥന അല്ലേ? പിന്നെന്തിനാ ആമീൻ പറയണങ്ങള്? ആമീൻ 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 പ്രാർത്ഥന അല്ലേ? പരമമായ വണക്കുമിനെ ഇഞ്ഞ ആവണോ? ഇതിലേറഞ്ഞ് വണക്കങ്ങൾക്ക് എവിടുന്നാ കിട്ടുക? ഇതേനാണ് നേരത്തെ കബറിങ്ങ കണ്ടത്. കാമാമുണ്ടിയോ? ഞങ്ങൾ ഇട്ട തൗഹീദിന്റെ ആദർശതാണ്. ഇവിടെ സമർത്ഥിച്ചതും അതാണ്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. അതിന് വിരുദ്ധമായി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു, അതിനെ ഒരു തെളിവും സമർത്ഥിക്കാൻ കഴിയണില്ല. ഞങ്ങൾ വീണ്ടും അത് ഈ നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇത് അള്ളാഹിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ തൗഹീദിന്റെ ശബ്ദം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് പറയാം ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കണേ. ആമീൻ ആമീൻ എന്ന് ലക്ഷങ്ങൾ ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതും റമദാനിലെ പവിത്രമായ രാവുകളിൽ ലൈലത്തുൽ ഖദർ കൊണ്ടതങ്ങളെ കുട്ടികളെ കെട്ടിക്കാനുണ്ട്, പെൺകുട്ടികളുണ്ട്, കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. അതിനൊക്കെ ന്യായം എന്താ? സമതാണെന്ന് വിചാരിക്കാതെ, പടച്ചോനാണെന്ന് വിചാരിക്കാതെ, ഇലാഹാണെന്ന് കരുതാതെ ആയിക്കോ എന്നുള്ള നിങ്ങളെ വികലമായ ഫത്വ. അത് നിങ്ങൾക്ക് തെളിവില്ല.